നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച സംഭവം കേരളത്തിന് തീരാനോവായി. മിഥുന്റെ മരണം അങ്ങേയറ്റം ദുഃഖകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മിഥുന്റെ വിയോഗത്തിൽ വേദനിക്കുന്ന ബന്ധുക്കളുടെയും സഹപാഠികളുടെയും അധ്യാപകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുമെന്നും അനുശോചനം രേഖപ്പെടുത്തുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കുമെന്നും മേൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ അമ്മ സുജ നാളെ നാട്ടിലെത്തുമെന്ന് വിവരം. ഇന്ന് വൈകിട്ട് തുർക്കിയിൽ നിന്ന് കുവൈറ്റിലെത്തും. നാളെ രാവിലെ കുവൈറ്റിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. 4 മാസം മുൻപാണ് സുജ കുവൈറ്റിലുള്ള കുടുംബത്തിലേക്ക് വീട്ടുജോലിക്കായി പോയത്. ഈ കുടുംബത്തോടൊപ്പം തുർക്കിയിലേക്ക് പോയതിനാൽ മകന്റെ ദുരന്ത വിവരം അറിയിക്കാൻ സുജയെ ബന്ധപ്പെടാൻ ബന്ധുക്കൾ നേരത്തെ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. ഒടുവിൽ ഇന്നലെ വൈകുന്നേരത്തോടെയാണ് വിവരം സുജയെ അറിയിച്ചത്. കൊല്ലം തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. റിപ്പോർട്ടിൽ ചില അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും വിശദമായ റിപ്പോർട്ട് ഇന്ന് ലഭ്യമാകുമെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൊല്ലത്ത് ഷോക്കേറ്റ് 8ാം ക്ലാസ് വിദ്യാർത്ഥി മരിക്കാനിടയ സംഭവം ദൗർഭാഗ്യകരമാണെന്നും അനാസ്ഥയുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഇതിൽ രാഷ്ട്രീയം കാണണമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അഹന്ത അവസാനിപ്പിക്കണമെന്നും സംഭവത്തിൽ ഉത്തരം പറയേണ്ടത് DU ആണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മന്ത്രി ജെ ചിഞ്ചുറാണി. അപകടം ഉണ്ടായത് അധ്യാപകരുടെ കുഴപ്പം കൊണ്ടല്ലെന്നും സഹപാഠികൾ വിലക്കിയിട്ടും മരിച്ച കുഞ്ഞ് ഷെഡിന് മുകളിൽ കയറിയെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും അവർ എറണാകുളത്ത് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ പറഞ്ഞു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിക്കാനിടയ സാഹചര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കലിൽ എത്തിച്ച മൃതിന്റെ ഭൗതിക ദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വൈദ്യുതി ബോർഡിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ഷെഡ് കെട്ടുമ്പോൾ അനുമതി തേടിയിട്ടില്ലെന്നും സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ KSU പ്രതിഷേധം ശക്തമാക്കുന്നു. ഇന്ന് സംസ്ഥാന ഭാഗമായി സ്കൂളിൽ KSU പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവർ അറിയിച്ചു. കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചും നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. സ്കൂളുകൾ സമഗ്ര ഓഡിറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി 5 വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് രമേശ് ചെന്നിത്തല. തേവലക്കര സ്കൂൾ വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തെ തുടർന്നാണ് രമേശ് ചെന്നിത്തലയുടെ പോസ്റ്റ്. സ്കൂൾ മാനേജർക്കും അധികൃതർക്കുമെതിരെ നരഹത്യയ്ക്കും കേസെടുക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂളിൽ സമഗ്ര ഓഡിറ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് 5 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് അവഗണിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഭവം അതീവ ദുഃഖകരമാണെന്നും സ്കൂൾ ഒരു ജനകീയ സമിതിയാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കിയാണ് പ്രതിപക്ഷമെന്നും സംഭവത്തിൽ വീഴ്ച ഉണ്ടായെങ്കിൽ ആവശ്യമായ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോകണമെന്നും സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നും ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഉടൻ കലാപവുമായി ഇറങ്ങുകയല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലത്തെ സ്കൂളിൽ ഷോക്കടിച്ച് മരിച്ച വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുക. മരണത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് മന്ത്രിയുടെ ഈ പ്രഖ്യാപനം. കൊല്ലത്ത് വിദ്യാർത്ഥി സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ജില്ലാ പോലീസ് മേധാവിയും അടിയന്തരമായി അന്വേഷണം നടത്തി 14 ദിവസത്തിനും റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ രൂക്ഷമായി പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുഞ്ഞിന്റെ ജീവനെടുത്ത സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയാണെന്ന് VD സതീശൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന സ്കൂളിൽ എങ്ങനെയാണ് ഫിറ്റ്നസ് ലഭിച്ചതെന്നും CPM നേതൃത്വത്തിലുള്ള സ്കൂളായതുകൊണ്ടാണോ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും അദ്ദേഹം ചോദിച്ചു. ജനഹൃദയങ്ങൾ അനശ്വരയുടെ പുതുചരിത്രം രചിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികം ഇന്ന് KPC സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ഇന്ന് രാവിലെ 9 പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി ഗ്രൗണ്ടിൽ ആരംഭിക്കും. 10 സമ്മേളനം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് അധ്യക്ഷത വഹിക്കും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 12 വീടുകളുടെ താക്കോൽ കൈമാറ്റവും KPC ആരംഭിക്കുന്ന ജീവകാരുണ്യ പദ്ധതി സ്മൃതി രംഗത്തിന്റെ ഉദ്ഘാടനവും രാഹുൽ ഗാന്ധി നിർവഹിക്കും.
കനത്ത മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 ജില്ലകളിലും ഇന്ന് റെഡ് അലർട്ടാണ്. കോഴിക്കോട്, മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ ഭാഗമായി CPM നേതൃത്വത്തിൽ ഒരു വീടെങ്കിലും എന്ന തരത്തിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അതേസമയം യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചത് ആശ്വാസകരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPM ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തായുള്ള ചർച്ചകളും മധ്യശ്രമങ്ങളും തുടരുന്നതിനിടെ വിവാദ ബദൽ നടത്തുന്നതിനെതിരെ DGPക്ക് പരാതി. RJD ദേശീയ കൗൺസിൽ അംഗം സലിം മടവൂരാണ് DGPക്ക് പരാതി നൽകിയത്. കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹ്ദിയുടെ സഹോദരൻ അബ്ദുൽ ഹത്താഫ് മഹ്ദിയുടെ ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തതും തലാലിന്റെ ബന്ധുക്കളെ ഇന്റർവ്യൂ ചെയ്തതും നിമിഷപ്രിയയുടെ മോചനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പരാതി. മുബാറക് റാവുത്തർ എന്ന വ്യക്തി തലാലിന്റെ ഗ്രാമവാസികളെ ഇളക്കിവിടാൻ ശ്രമിച്ചെന്നും പരാതിയിൽ പറയുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടാൻ കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വളരെ സങ്കീർണമായ പ്രശ്നമാണെന്നും വിഷയത്തിൽ സാധ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ടെന്നും വിദേശകാര്യ വക്താവ് ജയ്സോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കേസിൽ കാന്തപുര ഇടപെട്ടതായി ഒരു വിവരമില്ലെന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി വിമഞ്ജികയുടെ മകൾ വൈഫിയുടെ സംസ്കാരം പൂർത്തിയായി. UAE സമയം 4 മണിക്കാണ് സംസ്കാരം നടന്നത്. വിമഞ്ജികയുടെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിക്കാനാണ് തീരുമാനം. 2 കുടുംബങ്ങളും പങ്കെടുത്ത സംസ്കാര ചടങ്ങ് ഏറെ വൈകാരികമായിരുന്നു. കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിന് 20 ലക്ഷം ഫോളോവേഴ്സ്. ജൂലൈ 15-നാണ് കേരള പോലീസ് FB പേജ് ചരിത്ര നേട്ടം പൂർത്തിയാക്കിയത്. ഇതോടുകൂടി ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഫോളോവേഴ്സുള്ള പോലീസ് സേനയുടെ ഫേസ്ബുക്ക് പേജ് ആയിരിക്കുകയാണ് കേരള പോലീസിന്റെ FB പേജ്. വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചനെ മർദ്ദിക്കുന്നതിന് നേതൃത്വം കൊടുത്ത പ്രാദേശിക നേതാക്കളെ കോൺഗ്രസ് പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 4 കോടിയുടെ ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 9 ലക്ഷം തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിൽ. എണ്ണ ദിനേശൻ എന്നറിയപ്പെടുന്ന വെള്ളാങ്ങല്ലൂർ സ്വദേശി ദിനേശൻ ആണ് അറസ്റ്റിലായത്. കോട്ടയം എരുമേലിയിൽ ശബരിമല തീർത്ഥാടന ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. കണമല അട്ടിവളവിലാണ് സംഭവം നടന്നത്. സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സ്വന്തം മകളെ 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കാലയളവിൽ നിരന്തര ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പിതാവിന് 3 ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപയും പിഴയും വിധിച്ചു കോടതി. പ്രതി മരണം വരെ തടവിൽ കഴിയണമെന്നും ഇടുക്കി പെനവാവ് അതിവേഗ കോടതിയുടെ അധിക ചുമതല വഹിക്കുന്ന ജഡ്ജി V മഞ്ജുവിന്റെ ഉത്തരവിൽ പറയുന്നു. കണ്ണൂരിൽ മഴയെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രവേശനവും നിർത്തിവെച്ചു. TP ചന്ദ്രശേഖർ വധക്കേസിലെ 10ാം പ്രതി KK കൃഷ്ണൻ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ച് വരുന്നതിനിടെയാണ് മരണം. ശ്വാസതടസ്സത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിചാരണ കോടതി വെറുതെ വിട്ട KK കൃഷ്ണനെ ഹൈക്കോടതിയാണ് ജീവപര്യന്തത്തിന് ശിക്ഷിച്ചത്. ചെങ്ങന്നൂർ ഭാസ്കര കാർണൂർ വധക്കേസിൽ പ്രതി ഷെറിൻ ജയിൽ മോചിതയായി. പരോളിലിറങ്ങുന്ന ഷെറിൻ ഇന്നലെ വൈകിട്ട് കണ്ണൂർ വനിതാ ജയിലിലെത്തി ജയിൽ മോചനത്തിലുള്ള നടപടികൾ തീർത്തു. ഷെറിൻ അടക്കം 11 പേർക്ക് സംസ്ഥാനത്ത് ശിക്ഷാളവ് നൽകി ജയിലിൽ നിന്ന് വിട്ടയക്കാമെന്ന് മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ജയിൽ മോചനം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ നിപ്പ ജാഗ്രതയെ തുടർന്ന് മാസ്ക് നിർബന്ധമാക്കിക്കൊണ്ട് ഉത്തരവ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി സജ്ജമായി ഷെയർ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത AK-2003 അസോൾട്ട് റൈഫിൾ 2025 ഡിസംബർ മുതലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുക. സിംഹ് എന്നതിന്റെ ഹിന്ദിയിലെ പേരായ ഷെയർ എന്നാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത AK-203 അസോൾട്ട് റൈഫിളിന് നൽകിയിട്ടുള്ളത്. കരുത്തിന്റെയും അധികാരത്തിന്റെയും അഭിമാനത്തിന്റെയും സൂചകമായാണ് ഈ പേര് നൽകിയിട്ടുള്ളത്. തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ഗുമ്മിടിപ്പുണ്ടിയിൽ 10 വയസ്സുകാരിയെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. റോഡിലൂടെ നടന്നു പോകുന്ന കുട്ടിയെ പിന്തുടർന്ന യുവാവ് അടുത്തെത്തിയപ്പോൾ പെൺകുട്ടിയെ ബലമായി പിടിച്ചു വലിച്ച് അടുത്തുള്ള കാട്ടിലേക്ക് കൊണ്ടുപോയി ലൈംഗിക പീഡിപ്പിക്കുകയായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.